ഒറ്റപ്പാലത്തിന് സുവർണ തിളക്കവുമായി അരനൂറ്റാണ്ടിലധികം സേവന പാരമ്പര്യവും അതിനൂതന സ്വർണ്ണാഭരണ ശേഖരവുമായി ശോഭന ജ്വല്ലറി ഒറ്റപ്പാലം. പരിശുദ്ധമായ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, പുതുമയോടൊപ്പം പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേരുന്ന ആഭരണ ശേഖരം, കൂടാതെ ബ്രാൻഡഡ് കളക്ഷൻസിനൊപ്പം അമൂല്യമായ ഡയമണ്ട് ശേഖരവും. ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസ്, പ്രഷ്യസ് ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ്, സിൽവർ ഓർണമെന്റ്സ് ആൻഡ് വെസൽസ്, ജന്മനക്ഷത്രക്കല്ലുകളുടെ അമൂല്യ ശേഖരം. ശോഭന ജ്വല്ലറി ഒറ്റപ്പാലം. ഞാൻ അമുദ രംഗസ്വാമി. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഒറ്റപ്പാലം താലൂക്ക് കൺവെൻഷൻ നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഒറ്റപ്പാലം താലൂക്ക് കൺവെൻഷൻ നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് MCK നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. PF പെൻഷനേഴ്സ് ജില്ലാ സെക്രട്ടറി R പുരുഷോത്തമൻ PF പെൻഷനേഴ്സ് വിശദീകരണം നടത്തി. പരിപാടിയിൽ വെച്ച് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ PM ഗോപാലൻ അനുശോചന പ്രമേയാവതരണം നടത്തി. തുടർന്ന് മറുപടി പ്രസംഗം, ചർച്ച എന്നിവ നടന്നു. കൺവെൻഷൻ PF പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി VP രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി തങ്കപ്പൻ, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PP വിജയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി, അസോസിയേഷൻ മുൻ സെക്രട്ടറി സോളമാധവൻ നായർ, P രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സമൂഹത്തിലെ ഈ നാടിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടെ ആരോഗ്യം, സമയമെല്ലാം ഉപയോഗപ്പെടുത്തി സേവനം ചെയ്തവർക്ക് പ്രായമായ കാലത്ത് അവർക്ക് പരിരക്ഷ നൽകാനും അവർക്ക് സംരക്ഷണം നൽകാനും അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനുമെല്ലാമുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ ദേവരാഷ്ട്ര സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള, എല്ലാത്തിനും മുകളിൽ ലാഭം മാത്രം പ്രതിഷ്ഠിക്കുന്ന ഒരു കാലത്തിലേക്ക്, സമൂഹത്തിലേക്ക് നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്താലും എന്തു ലാഭം കിട്ടുമെന്ന് മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായും പെൻഷൻ ലാഭകരമായ ഒരു ബിസിനസ് അല്ല. ലാഭം തന്നെ കച്ചവടത്തിൽ ഉണ്ടാവും. സ്വാഭാവികമായും പ്രായമായവരെ സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങളും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നത് തീർച്ചയായും ലാഭം മാത്രം കണ്ണിൽ കാണുന്നവരെ സംബന്ധിച്ച് അത്ര അഭികാമ്യമായ ഒന്നല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒറ്റപ്പാലം ചുനങ്ങാട് വരോട് ചാത്തൻ കണ്ടാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 15,000 രൂപ വില വരുന്ന വെള്ളിക്കിരീടം മോഷണം പോയി. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ക്ഷേത്രത്തിലെ ഇരുമ്പ് ഗ്രില്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാതിലിന്റെ പൂട്ട് തകർത്ത് മോഷണം നടന്നത്. മേലേക്കാവിലെ പ്രതിഷ്ഠയിൽ അണിയിച്ചിരുന്ന 15,000 രൂപ വില വരുന്ന വെള്ളിക്കിരീടമാണ് നഷ്ടപ്പെട്ടത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. ക്ഷേത്രത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയുള്ള വിജയദശമി മഹോത്സവം നടക്കാനിരിക്കെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ലഹരിക്കെതിരെ DYFI നടത്തുന്ന ജനകീയ കവചം എന്ന പരിപാടിയുടെ ഭാഗമായി DYFI ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിജ്ഞ നടന്നു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു. നിലനിൽപ്പിനും പുരോഗതിക്കും ഭീഷണിയാണ്. അത് സൃഷ്ടിക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വിപത്തിനെക്കുറിച്ച് ഞാൻ പൂർണ്ണബോധവാനാണ്. ലഹരിക്കെതിരെ DYFI സംസ്ഥാനത്താകെ 2500 യൂണിറ്റ് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ജനകീയ കവചം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലം DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട്ടക്കര തെക്കുമുറി AJBS അരിയൂർ സ്കൂളിൽ വെച്ച് ബ്ലോക്ക് തല ജനകീയ പ്രതിജ്ഞ നടന്നത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലത്ത് 128 യൂണിറ്റുകളിലായാണ് ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ ജനകീയ പ്രതിജ്ഞ നടന്നത്. പരിപാടിയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി അംഗം TS കാർത്തിക പ്രതിജ്ഞ
പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒറ്റപ്പാലം CPIM ലോക്കൽ സെക്രട്ടറി MIA റസാഖ്, വാർഡ് കൗൺസിലർ TK രഞ്ജിത്ത്, മുൻ ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ K രത്നമ്മ, DYFI ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ മുത്തലീഫ്, ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് TK കൃഷ്ണരാജ്, ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി VP വിപിൻ രാജ്, ഒറ്റപ്പാലം മേഖലാ ട്രഷറർ P സുഹൈൽ എന്നിവർ പങ്കെടുത്തു. ലഹരി എന്നത് ഇവിടെ പ്രതിജ്ഞയിൽ അതിൻ്റെ ഉള്ളടക്കവും സാങ്കത്യവുമെല്ലാം സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും നാം വർജിക്കേണ്ട, അകറ്റി നിർത്തേണ്ട, മാറ്റി നിർത്തേണ്ട ഒന്നായി മാറുകയാണ്. ജീവിതത്തെ ലഹരിയായി കാണാൻ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളെ ലഹരിയായി കാണാൻ, സ്പോർട്സിനെ ലഹരിയായി കാണാൻ, നാടിനു വേണ്ടിയുള്ള നല്ല മുന്നേറ്റങ്ങളെ ലഹരിയായി കാണാൻ യുവതയെ പരിശീലിപ്പിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് DYFI. എന്നാൽ അത്തരം പരിശീലനങ്ങളെല്ലാം നാം നടത്തുമ്പോഴും നാം ജീവിക്കുന്ന പ്രദേശത്ത് പ്രായപൂർത്തിയായ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം വരുന്ന മനുഷ്യർ പല നിലയിലുള്ള ലഹരികൾക്കും അടിമപ്പെട്ടു പോകുന്നവരായി ഉണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. അത് അങ്ങനെ പോകുന്നവരുടെ മാത്രം കുറ്റമല്ല, കുഴപ്പമല്ല എന്നും നമ്മുടെ സമൂഹം ഒരുമിച്ചാണ് അത്തരത്തിൽ അകപ്പെട്ടു പോകുന്നവരെ, ലഹരിക്ക് അടിമകളായി അതിൻ്റെ ഇരകളായി മാറുന്നവരെ മോചിപ്പിക്കാനും അവരെ കൂടി സാമൂഹ്യ പ്രതിബദ്ധതയുടെ പൊതു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവരെയും ഈ സമൂഹത്തിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന സന്ദേശമാണ് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ DYFI മുന്നോട്ട് വെക്കുന്നത്. ഇനിയൊരിടവേള. ചലച്ചിത്രാസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ നൽകാൻ ലാഡർ സിനിമാസ് ആൻഡ് ഗെയിം സോൺ നൂതന ദൃശ്യശ്രവ്യ മികവോടെ 3 സ്ക്രീനുകൾ, ഡോൾബി ഫുൾ അറ്റ്മോസ് സൗണ്ട്, 3D ഫീച്ചേഴ്സ്, പ്രീമിയം റിക്ലൈനിംഗ് സീറ്റ്സ്, ജില്ലയിൽ ആദ്യമായി ബാർക്കോ SP 4K 25 RGB ലേസർ പ്രൊജക്ടർ, കൂടാതെ ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് ഏരിയ, ഗെയിം സോൺ. ലാഡർ സിനിമാസ് ആൻഡ് ഗെയിം സോൺ, ലക്കിടി, ഒറ്റപ്പാലം. ഈ ഓണം പൊന്നോണമാക്കാൻ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു നല്ലോണം സെലിബ്രേഷൻ. ഈ ഓണക്കാലത്ത് പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി നേടൂ മാരുതി സ്വിഫ്റ്റ് കാർ. കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ഈ ആഘോഷവേളയിൽ പർച്ചേസ് ചെയ്യൂ, ആഭരണങ്ങൾക്കൊപ്പം സൗഭാഗ്യങ്ങളും സ്വന്തമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേഷൻ. ഒറ്റപ്പാലത്തിന് സുവർണ തിലക്കവുമായി അരനൂറ്റാണ്ടിലധികം സേവന പാരമ്പര്യവും അതിനൂതന സ്വർണ്ണാഭരണ ശേഖരവുമായി ശോഭന ജ്വല്ലറി, ഒറ്റപ്പാലം. പരിശുദ്ധമായ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, പുതുമയോടൊപ്പം പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേരുന്ന ആഭരണ ശേഖരം, കൂടാതെ ബ്രാൻഡഡ് കളക്ഷൻസിനൊപ്പം അമൂല്യമായ ഡയമണ്ട് ശേഖരവും, ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസ്, പ്രഷ്യസ് ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ്, സിൽവർ ഓർണമെന്റ്സ് ആൻഡ് വെസൽസ്, ജന്മനക്ഷത്ര കല്ലുകളുടെ അമൂല്യ ശേഖരം. ശോഭന ജ്വല്ലറി, ഒറ്റപ്പാലം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് എസ് പാലക്കാട് മുൻ ജില്ലാ സെക്രട്ടറിയും ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന I മുരളീധരന്റെ 25ാം ചരമവാർഷിക ദിനാചരണം ലക്കിടി മുളഞ്ഞൂർ SPM LP സ്കൂളിൽ വെച്ച് നടക്കുമെന്ന പരിപാടി സ്വാഗതം സംഘം കൺവീനറും കോൺഗ്രസ് എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് T സുനിൽ തെക്കേതിൽ അറിയിച്ചു.
25ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ജനകീയ ആസൂത്രണം ഭാവി കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിക്കും. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് ഐ മുരളീധരൻ അനുസ്മരണം നടക്കും. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLAയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിനോടനുബന്ധിച്ച് സ്ലൈഡർ ആൻഡ് മേരി ഗ്രൗണ്ട് കളിസ്ഥലത്തിൽ സ്ഥാപിക്കൽ ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിക്കും. കോൺഗ്രസ് എസിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഒറ്റപ്പാലം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ലക്കിടിപേരൂരിലെ മുളഞ്ഞൂർ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായും സ്കൂൾ മാനേജറായും പ്രവർത്തിച്ചിരുന്ന ഐ മുരളീധരൻ മാസ്റ്ററുടെ 25ാം ചരമവാർഷിക ദിനാചരണം ഈ മാസം സെപ്റ്റംബർ 26-ാം തീയതി മുളഞ്ഞൂർ സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ഒറ്റപ്പാലം ബഹുമാനപ്പെട്ട MLA കെ പ്രേംകുമാർ അവർ സെമിനാർ ഉദ്ഘാടനം നിർവഹിക്കും. ജനകീയ ആസൂത്രണവും കേരളത്തിൻ്റെ 25ാം വാർഷികം, ജനകീയ ആസൂത്രണത്തിൻ്റെ 25ാം വാർഷികവും കേരളത്തിൻ്റെ ഭാവിയും എന്ന വിഷയത്തെക്കുറിച്ച് പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ജയദേവൻ ഈ വിഷയാവതരണം അവതരിപ്പിക്കും. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് ശോഭന പ്രസാദാണ്. അതിനുശേഷം നടക്കുന്ന അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിക്കും. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും കണ്ണൂർ MLAയും മുൻ മന്ത്രിയുമായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളാണ്. ഉൾപ്പെടെയുള്ള നേതാക്കൾ, മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, ഇതിൽ സാംസ്കാരിക രംഗത്തുള്ള നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നതായിരിക്കും. അന്നേ ദിവസം ആ സ്കൂൾ കളിസ്ഥലത്തിൽ നടക്കുന്ന മേരി ഗ്രൗണ്ട് എന്ന കളിസ്ഥലവും സ്ലൈഡർ കളിസ്ഥലത്ത് സ്ഥാപിക്കുന്നതും അതിൻ്റെ ഉദ്ഘാടന കർമ്മം ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അവർ നിർവഹിക്കുന്നതാണ്. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്താൻ ഓപ്പറേഷൻ യെല്ലോ. മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള നടപടി കടുപ്പിച്ച സിവിൽ സപ്ലൈസ് വകുപ്പ്. ഓപ്പറേഷൻ യെല്ലോ എന്ന പേരിൽ പൊതുജനങ്ങളുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ അനർഹരെ കണ്ടെത്താനുള്ള പരിശോധന നടത്താനാണ് ലക്ഷ്യം. മൊബൈൽ നമ്പർ മുഖാന്തരം പരാതി സ്വീകരിച്ച് പരിശോധന നടത്തി നടപടി സ്വീകരിക്കാനാണ് പദ്ധതി. കണ്ടെത്തുന്നവർക്കെതിരെ അതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ തുക പിഴയായി ഈടാക്കാനാണ് നിർദ്ദേശം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 9182527301 എന്ന മൊബൈൽ നമ്പറിലും 1967 എന്ന ടോൾ ഫ്രീ നമ്പർ മുഖാന്തരവും പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാം. പാലക്കാട് കഴിഞ്ഞ മാസം മാത്രം 244 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായി തുടരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 35 പേരിൽ നിന്നായി 1.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. 244 റേഷൻ കാർഡുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. പ്രവാസികൾ ഉൾപ്പെടെ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവർക്കും കൂടി പ്രതിമാസം 25,000 രൂപ വരുമാനമുള്ളവർക്കും എല്ലാ അംഗങ്ങൾക്കുമായി 1 ഏക്കറിലധികം ഭൂമിയുള്ളവരും 1000 ചതുരശ്ര അടിക്കു മുകളിൽ വീടുള്ളവർ 4 ചക്ര വാഹനമുള്ളവർ എന്നിവരും മുൻഗണനാ വിഭാഗത്തിൽ തുടരുന്നതായി കണ്ടെത്തിയാൽ ഇതുവരെ വാങ്ങിയ സാധനങ്ങളുടെ തുക പിഴയായി ഈടാക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. 1996 ആന്റണി മന്ത്രിസഭയിൽ തൊഴിൽ ടൂറിസം മന്ത്രിയായിരുന്നു. തൊഴിൽ മന്ത്രിയായിരിക്കെ തൊഴിൽ രഹിതനവും കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കി. 2005-ലും 2009-ലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്നു. കേരളത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമാക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. മലബാർ മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും ഉൾവന മേഖലയിൽ ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കാനും മുൻകൈയെടുത്തു. മുൻ കോഴിക്കോട് DCC പ്രസിഡന്റും മുൻ KPCC സെക്രട്ടറിയുമാണ്. 50% കൂടുതൽ ഓലക്കരിച്ചിൽ നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ വികസന സമിതി. ജില്ലയിൽ ഓലക്കഴിച്ചിൽ മൂലം 50% കൂടുതൽ നഷ്ടം സംഭവിച്ച നെൽ കർഷകർക്ക്
നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ നെൽകൃഷിക്ക് വ്യാപകമായി ഓലകരിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങൾ കാർഷിക സർവകലാശാല വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞു. നെല്ല് സംഭരണത്തിന് മില്ലുകൾ അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ നടന്നുവരികയാണ്. ജില്ലയിൽ പച്ചത്തേങ്ങ സംഭരണം 13 VFPC കേകളിലൂടെ നടന്നു വരികയാണ്. നെല്ലിന് പുറമെ അട്ടപ്പാടി അഗളിയിൽ ധാന്യവിളകൾ 60 രൂപ നിരക്കിൽ സംഭരിക്കുന്നുണ്ടെന്നും കൊപ്ര സംഭരണം ഉടൻ ആരംഭിക്കുമെന്നും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞു. ഒരു ജില്ല ഒരു വിള പദ്ധതിയിൽ പാലക്കാട് ജില്ലയിൽ വാഴ കൃഷിക്ക് പകരം നെല്ലാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് എ പ്രഭാകരൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കുമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ MLA-മാരായ എ പ്രഭാകരൻ, പി മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹസിൻ, N ഷംസുദ്ദീൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമ്മ നൈനാൻ, സബ് കളക്ടർ D ധർമ്മലശ്രീ, അസിസ്റ്റന്റ് കളക്ടർ D രഞ്ജിത്ത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഭരണഘടനയും ലിംഗനീതിയും എന്ന വിഷയത്തിൽ സംസ്ഥാനതല സെമിനാർ നടന്നു. സ്ത്രീക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് ഭരണഘടനയും ലിംഗനീതിയും എന്ന വിഷയത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. സ്ത്രീ പുരുഷ വിവേചനം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന അവബോധം എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണം. വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ടെന്നും ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ വ്യാപിച്ചാൽ മാത്രമേ ഫലപ്രാപ്തിയിൽ എത്തി എന്ന് പറയാൻ സാധിക്കുള്ളൂവെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തുടർന്ന് കില ഫാക്കൽറ്റി KG ശശികല ലിംഗനീതിയും ഭരണഘടനയും എന്ന വിഷയത്തിലും CWC അംഗം C സുന്ദരി സർക്കാരിന്റെ വനിതാ ക്ഷേമ പദ്ധതികളും സ്ത്രീ സുരക്ഷയ്ക്കായുള്ള സഹായ സംവിധാനങ്ങളും എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ശിവജി അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ, സീനിയർ സൂപ്രണ്ട് S ഗുരുവായൂരപ്പൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അതിനൂതന ഇന്റീരിയർ പ്രൊഡക്റ്റുകളുടെ ജില്ലയിലെ വിശാലമായ ഷോറൂമുമായി പ്രസ്റ്റീജ് പ്ലൈ സെന്റർ, ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികളായ ഗ്രീൻ പ്ലൈ, വെസ്റ്റേൺ ഇന്ത്യ, വുഡ് പ്ലൈ, വെസ്റ്റ് വുഡ് എന്നീ കമ്പനികളുടെ ജില്ലയിലെ അംഗീകൃത വിതരണത്തോടൊപ്പം കിച്ചൺ ആക്സസറീസുകൾ, ലാമിനേഷൻ ഷീറ്റുകൾ, വിവിധതരം ഡിസൈനുകളോടുകൂടിയ ഗ്ലാസുകൾ, ചിമ്മിനി, ഹോബുകൾ തുടങ്ങിയവയുടെ വൈവിധ്യം നിറഞ്ഞ കളക്ഷനുകളുമായി പ്രസ്റ്റീജ് പ്ലൈ സെന്റർ, ഈസ്റ്റ് മനുശ്ശേരി, ഒറ്റപ്പാലം. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. വാർത്തകൾ തുടരുന്നു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കപൂരിൽ വലിച്ചെറിയൽ മുക്തഗ്രാമം പരിപാടി നടന്നു.
ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഒക്ടോബർ 2 വരെ ശുചീകരണം, ഗൃഹസന്ദർശനം തുടങ്ങിയവ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ സ്കൂളുകളിൽ വലിച്ചെറിയൽ മുക്തഗ്രാമം പരിപാടി സംഘടിപ്പിച്ചു. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കൽ രീതി റിസോഴ്സ് പേഴ്സൺ സജീവ് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് കുട്ടികൾ ശുചിത്വ പ്രതിജ്ഞ എടുത്തു. വിദ്യാർത്ഥികളിലൂടെ വീടുകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രാധാന്യം എത്തിക്കുകയാണ് ലക്ഷ്യം. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും പരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഹരിതകർമ്മസേനയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒക്ടോബർ 2 കപ്പൂരിനെ ODF+ പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും എല്ലാ വാർഡുകളിലും മിനി MCF-ഉം ഹരിതകർമ്മസേനയ്ക്ക് വാഹനവും RRF സംവിധാനവും ഉണ്ടെന്ന് പഞ്ചായത്തിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നതും വലിച്ചെറിയുന്നതിനും നിരോധനമുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. മാലിന്യമുക്ത കപ്പൂരിനായി ഒക്ടോബർ 2 വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. റിസോഴ്സ് പേഴ്സൺ നീരജ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനിത, സ്റ്റാഫ് സെക്രട്ടറി വിനിഷ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് ഡോക്ടർ M. തോമസ് മാത്യു ജന്മദിനം. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ നിരൂപകനാണ് ഡോക്ടർ M. തോമസ് മാത്യു. 1940 സെപ്റ്റംബർ 25 പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. VT മാത്യു, മറിയാമ്മ മാത്യു തുടങ്ങിയവരാണ് മാതാപിതാക്കൾ. അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ആത്മാവിന്റെ മുറിവുകൾ, സാഹിത്യ ദർശനം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. വയലാർ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.